ഹലോ ഗെയ്സ് സ്പോർട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ ടീമുകൾക്ക് പല ഗെയിമുകളിലായിട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ സ്ലോട്ടുകളും ഇന്റർനാഷണൽ അവസരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് നമ്മളെ പബ്ജി നാഷണൽ കപ്പിലേക്ക് ഇന്ത്യൻ ടീമിന് സ്ലോട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് പബ്ജി മൊബൈലോ കാര്യങ്ങളൊന്നുമല്ല, പബ്ജി PC ആണ്. പബ്ജി നാഷണൽ കപ്പ് എന്ന് പറയുന്ന 24 കൺട്രികൾക്കാണ് ഇതിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുള്ളത്. സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ക്വാളിഫയേഴ്സ് ഇതിലുണ്ടാവും. ഓപ്പൺ ക്വാളിഫയേഴ്സ് ആയിരിക്കും ഏത് ടീമിനും ഇതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പബ്ജി PC കളിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക. അതിൽ ചാമ്പ്യൻ ആവുന്നവരായിരിക്കും ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പബ്ജി നാഷൻസ് കപ്പ് കളിക്കാൻ പോകുന്നത്. ഇതിനു മുന്നും ഇന്ത്യൻ ടീമുകൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഒന്നും വലിയൊരു അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇത്തവണ നമുക്ക് നോക്കാം ഇന്ത്യൻ ടീമുകൾ എത്രത്തോളം അടിപൊളിയായിട്ട് പബ്ജി PCയിൽ കളിക്കുന്നുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ BGMAയുടെ ഒഫീഷ്യൽ ഇവൻറ്റ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. ക്രിയേറ്റേഴ്സിന് വെച്ചിട്ടുള്ള ഒരു ഫൺ ഇവൻ്റ് ആയിരുന്നു ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവൻ്റ് ആയിരുന്നു. 16 ക്രിയേറ്റേഴ്സ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നു. നമ്മളെ മലയാളികളെ ജപ്പാനും ഇതിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ടീം സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ രീതിയിൽ IPL ഓപ്ഷൻ രീതിയിലായിരുന്നു ടീം സെലക്ഷൻ ഉണ്ടായിരുന്നത്. ഓരോ ക്യാപ്റ്റൻസ് ഓരോ ക്രിയേറ്റേഴ്സാണ്. ബാക്കിയുള്ള സ്പോർട്സ് പ്ലെയേഴ്സിനെ ഓപ്ഷൻ വഴിയായിരുന്നു ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ജപ്പാന് ഗോഡ്സ്റെയിൻ്റെ IGL ആയുള്ള ഡെസ്ട്രോയും ഡെൽറ്റ PGയും പിന്നെ സിൻസിനാറ്റിക്കിൽ IGL ആയുള്ള ജ്യൂസിയുമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ടീമുകളൊക്കെ ഓരോ ഓപ്ഷൻ വഴി അവരുടെ ടീമിനെയും സെലക്ട് ചെയ്തിട്ടുള്ള എടുത്തു പറയുന്നത് നമുക്ക് ഹെക്ടറിൻ്റെ ഓപ്ഷൻ സമയത്ത് നമുക്ക് ഒമേഗ ഹെക്ടറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ഒമേഗ ഹെക്ടർ പറഞ്ഞാൽ അത്രയും ശത്രുതയിൽ ഇൻ ഗെയിമിലാണെങ്കിലും പേഴ്സണൽ ലെവലിൽ വരെ അവർ ആ ഒരു ശത്രുതയിൽ അല്ലെങ്കിൽ ആ ഒരു ഹെയ്റ്റ് നിലനിൽക്കുന്നൊരു കാര്യമാണ്. അവിടെ നമുക്ക് ഒമേഗ ഹെക്ടറിനെ ലേലത്തിൽ വിളിക്കാൻ വേണ്ടി കൈപൊക്കി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്ഷന് ശേഷം നമുക്ക് മത്സരങ്ങളും കാണാനായിട്ട് സാധിച്ചു. ഫുള്ളി റോണ്ടോ മാപ്പിൽ, അതായത് നമ്മുടെ BGMAയിൽ വന്ന പുതിയ മാപ്പാണ് റോണ്ടോ. ആ ഒരു മാപ്പിലായിരുന്നു ഫുള്ളി മാച്ചുകൾ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് മാച്ച് തന്നെ നമ്മളെ ജപ്പാൻ്റെ ആ ഒരു ടീം ആ ഒരു ചിക്കൻ ഡിന്നർ നേടുകയാണ്. അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടാണ് ഡെസ്ട്രോ തുടക്കത്തിൽ ഫിനിഷസുകൾ സ്വന്തമാക്കിയ ലാസ്റ്റിലേക്ക് ആ ഒരു സോൺ അഡ്വാൻറ്റേജ് ടീമിന് നല്ല രീതിയിലുണ്ടായിരുന്നു. അവിടെ തന്നെ ഫിനിഷസുകൾ എടുത്തുകൊണ്ട് ഏകദേശം 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. പ്ലേസ്മെൻറ്റ് പോയിന്റിന് 15 പോയിന്റാണ് വരുന്നത്. അങ്ങനെ 28 പോയിന്റ് ജപ്പാൻ ആ ഒരു ഫസ്റ്റ് മാച്ചിൽ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് മാച്ച് വാവ് മോഡായിരുന്നു. ലാസ്റ്റ് നിൽക്കുന്ന ടീം ടോപ്പ് 4 നിൽക്കുന്ന ഒരു ടീമുമായിട്ട് മത്സരിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടുള്ള മാച്ച് പിസ്റ്റൽ മാച്ചായിരുന്നു. അതായത് പിസ്റ്റൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. അവിടെ നമുക്ക് ആൽഫ ക്ലേഷറിൻ്റെ ടീം 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജപ്പാൻ്റെ ടീം അവിടെ 4 ഫിനിഷ് പോയിൻ്റൊക്കെ 5 പോയിൻറ്റും സ്വന്തമാക്കിയാൽ മാച്ച് 3 മിലി വെപ്പൺ മാത്രമായിരുന്നു. ലാസ്റ്റ് സോളിലൊക്കെ ഫുള്ള് ഈ വെഹിക്കിൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. അതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ജൂനിയർ ഗെയിമിങ്ങിൻ്റെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ആ ഒരു ലാസ്റ്റ് മിലി വെപ്പൺ മത്സരത്തിൽ നമ്മൾ SMR ഗെയിമിങ്ങും അതിൽ ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീം മോർട്ടലാണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത് 44 പോയിൻ്റായിട്ട്. മോർട്ടൽ ശരിക്കും ഒരു ലക്കി ചാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതൊരു ടൂർണമെൻറ്റ് കളിക്കുമ്പോഴും മോർട്ടൽ ആ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മോർട്ടലിൻ്റെ ടീം ആ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. സെക്കൻഡ് SMR ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 42 പോയിൻ്റായിട്ട്. തേർഡ് ലോൾസ് നിൽക്കുന്നുണ്ട് 38 പോയിൻ്റാണ്. നമ്മളെ ജപ്പാൻ്റെ ടീം 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു ചിക്കൻ ഡിന്നറോടുകൂടി 35 പോയിൻറ്റ് ജപ്പാൻ്റെ ആ ഒരു ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഇന്നും കൂടി മത്സരങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നും നോക്കാം നമുക്ക് നമ്മളെ ജപ്പാൻ ആ ഒരു ടോപ്പിലേക്ക് എത്തുമോ, ചാമ്പ്യൻ ആവുമോ എന്നുള്ളത്. എൻ്റെ അടുത്ത ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ BGMAയിലെ കുറച്ച് ലൈനപ്പ് ചേഞ്ചുകൾ തന്നെയാണ്. ഗോഡ്സെയിൻ ഇന്നലെ ഒരു പോസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അവരുടെ BGMA ലൈനപ്പിലേക്ക് പുതിയൊരു പ്ലെയറും കൂടി ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയറുടെ ഷാഡോ അനൗൺസ്മെൻറ്റ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ അവരിട്ടിട്ടുണ്ടായിരുന്നു. സ്പെക്കുലേഷൻ കുറേ നടക്കുന്നുണ്ട്. ഫ്യൂരി ആവാം, നിയോ ആവാം, സ്പ്രേ കോഡ് ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പോസ്റ്ററിൻ്റെ ഷാഡോ കണ്ടിട്ട് നിങ്ങൾക്ക് ആരാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഗോഡ്സെയിനിലേക്ക് വരാൻ പോകുന്നതെന്ന് തോന്നുന്നതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ഫെയർവെൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കേണയൻ്റെ സ്ലഗിൻ്റെ ഒരു ഫെയർവെൽ പോസ്റ്റ് നമുക്ക് കേണയൻ സ്പോർട്സിന് ഇൻസ്റ്റാഗ്രാമിൽ കാണാനായിട്ട് സാധിച്ചു. എല്ലാവരും ഭയങ്കര രീതിയിൽ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. റിയലാന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റൈറ്റ് കോർണറിൽ അവർ ഒരു പ്രാങ്ക് എന്നുള്ള രീതിയിൽ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും തുടക്കത്തിൽ റിയലാണെന്നാണ് വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് സ്പെക്കുലേഷൻ റൂമേഴ്സായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. സ്ലഗ് കേണയിൽ നിന്ന് പോയി ഒരു വമ്പൻ ഓർഗിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ റൂമേഴ്സിൻ്റെ രീതിയിൽ ഒരു പ്രാങ്ക് എന്നുള്ള രീതിയിലാണ് കേണയൻ സ്പോർട്സ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അത് സ്ലഗ് ലൈവിൽ വന്നപ്പോൾ കൺഫേമും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു BGSന് ശേഷം ഒരുപാട് ലൈനപ്പുകളിൽ വമ്പൻ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ലൈനപ്പിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളൊക്കെയാണ് ഈ ഒരു BGMA ലൈനപ്പിൽ വരാനിരിക്കുന്നത്. നമുക്ക് നോക്കാം
ഏതൊക്കെ ലൈനപ്പിലായിരിക്കും ആ ഒരു വമ്പം മാറ്റങ്ങൾ വരാനിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മുടെ BGSന്റെ ലാൻഡ് ഫൈനൽസ് കൊൽക്കത്തയിൽ വെച്ച് നടക്കാനും ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരായിരിക്കും BGSന്റെ ആ ഒരു ചാമ്പ്യന്മാരാവുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്താൻ അടുത്ത വീഡിയോസ്. ബൈ ഗൈസ്.